സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തു. വയനാട് സ്വദേശി വൈശാഖിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഒന്നാം പ്രതി നൌഷാദിനെ സഹായിച്ചത് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഈ കസ്റ്റഡിയിലുള്ള ആൾക്ക് എങ്ങനെയാണ് ഈ കേസുമായി ബന്ധം? അലിഷ, ഈ കേസിൽ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ ആളാണ് ഇന്നലെ രാത്രിയോടുകൂടി പിടിയിലായത്. അദ്ദേഹം വയനാട് സ്വദേശിയാണ്. വൈശാഖ് എന്നാണ് പേര്. ഇപ്പോൾ നിലവിൽ സുൽത്താൻ ബത്തേരി സ്വദേശികളായിട്ടുള്ള ജ്യോതിഷ് കുമാറും PS അജേഷ് എന്ന് പറയുന്ന 2 പേർ പോലീസിന്റെ പിടിയിലുണ്ട്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്ക് ഒന്നാം പ്രതി നൌഷാദുമായി ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. നൌഷാദിന് ഈ ഹേമചന്ദ്രനെ കുഴിച്ചിടുന്നതിനടക്കം സഹായിച്ചു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതേ തുടർന്നാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് അല്പസമയത്തിനുള്ളിൽ പോലീസ് കടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഹേമചന്ദ്രനെ 2024 മാർച്ച് 20-നാണ് കാണാനാകുന്നത്. ഇതിൽ ഹേമചന്ദ്രനുമായി സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്ന പ്രതികൾ ജോലിക്ക് ആളെ വേണമെന്ന് ദിനപത്രത്തിൽ പരസ്യം നൽകുകയും അങ്ങനെ ഒരു സ്ത്രീ അവരെ സമീപിക്കുക. ആ സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ട്രാപ്പിൽ വീഴ്ത്തിക്കൊണ്ടാണ് ഹേമചന്ദ്രൻ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. കോഴിക്കോട് വയനാടാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി ചേരമ്പലം എന്ന് പറയുന്ന ഒരു വനത്തിനുള്ളിൽ കുഴിച്ചിട്ടു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വനത്തിനുള്ളിൽ നിന്നും ഹേമചന്ദ്രന്റെ ബോഡി, ഈ മൃതദേഹം കൂടി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ ഈ കേസിൽ മൂന്നാമത്തെ ആളായിട്ടുള്ള വൈശാഖിനെ കൂടി പോലീസ് പിടികൂടിയിരിക്കുന്നത്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ കടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരി സലാം.